വിരാട് കോഹ്ലിയോ ക്രിസ്ത്യാനോ റൊണാൾഡോയോ അല്ലെങ്കിൽ മറ്റ് ഫേമസ് സെലിബ്രിറ്റീസ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കൊയ്യുമ്പോൾ നമുക്ക് അവരോട് ഒരുതരം ആരാധന തോന്നാറുണ്ട്. എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പലരും അവരുടെ ജീവിതത്തിൽ ചെറിയ നേട്ടങ്ങൾ നേടുമ്പോൾ നമുക്ക് അവരോട് ആരാധനയ്ക്ക് പകരം അസൂയയാണ് പലപ്പോഴും തോന്നാറുള്ളത്. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് അസൂയയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ്. ആദ്യമായി നമുക്ക് അസൂയ എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കാം. അസൂയ എന്നാൽ നമുക്ക് മറ്റുള്ള വ്യക്തികളോട് മറ്റുള്ളവർ ചെറിയ ചെറിയ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അതേ ലെവലിലുള്ള വ്യക്തികളോട് നമുക്ക് തോന്നുന്ന അത്ര സുഖകരമല്ലാത്ത ഒരു വികാരമാണ്. നമ്മുടെ ബ്രെയിൻ പലപ്പോഴും അസൂയയിലേക്ക് വന്നെത്തുന്നത് അവരുമായി നമ്മളെ താരതമ്യപ്പെടുത്തുമ്പോഴാണ്. അതാണ് അസൂയയുടെ പ്രധാന പ്രശ്നവും. അസൂയയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ 2019 ഒരു സ്റ്റഡി പ്രകാരം ഫ്രണ്ടിയേഴ്സ് ഓഫ് സൈക്കോളജിയിൽ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡിയാണ്. ആ സ്റ്റഡി പ്രകാരം അസൂയ ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്നത്, അയാൾക്ക് ഒരു ഫിസിക്കൽ പെയിൻ ഉണ്ടാകുമ്പോൾ എത്രത്തോളം മാനസിക സംഘർഷമാണോ അയാൾ അനുഭവിക്കുന്നത്, അതേ തരത്തിലുള്ള അല്ലെങ്കിൽ അതേ ലെവലിലുള്ള മാനസിക സംഘർഷം തന്നെയാണ്. അതായത് ഒരു കാറ് വന്ന് നമ്മളെ ഇടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വേദന, അല്ലെങ്കിൽ നമ്മുടെ കൈ മുറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന, ആ തരത്തിലുള്ള ഫിസിക്കൽ പെയിൻ തന്നെയാണ് നമ്മുടെ ബ്രെയിനിൽ അസൂയ ഉണ്ടാകുമ്പോൾ ഉത്തേജിപ്പിക്കപ്പെടുന്നത്. ആയതിനാൽ തന്നെ ഒരു കാർ വന്ന് നമ്മൾ ഇടിക്കുന്നതോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഫിസിക്കൽ പെയിനോ ഒരിക്കലും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അതുപോലെ തന്നെ അസൂയ എന്ന വികാരവും അതുപോലെ തന്നെയാണ് നമ്മളെ ബാധിക്കുക, നമ്മുടെ ശരീരത്തെ ബാധിക്കുക. നെഗറ്റീവ്ലിയാണ് അത് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റഡീസൊക്കെ കാണിച്ചു തരുന്നത് അസൂയ അത്ര നല്ല ഒരു വികാരമല്ല എന്നതാണ്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് സെലിബ്രിറ്റീസിനോട് ആരാധനയും നമ്മുടെ തൊട്ടടുത്തുള്ളവരോട്, നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരോട് അല്ലെങ്കിൽ നമ്മുടെ അതേ ലെവലിലുള്ളവരോട് അസൂയയും തോന്നുന്നത്? ഉത്തരം വളരെ എളുപ്പമാണ്. എ ജേണൽ ഓഫ് ഏർലി അഡോളസൻസ് എന്ന് പറയുന്ന ഒരു പഠനത്തിൽ 2005 പഠനമായിരുന്നു. ആ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും നമ്മുടെ ബ്രെയിൻ 2 തരത്തിലാണ് വ്യക്തികളെ കാണുക. അതായത് ഈ വിരാട് കോഹ്ലി അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുമല്ലെങ്കിൽ ഫേമസ് പേഴ്സണാലിറ്റീസ്, അവരെ നമ്മുടെ ബ്രെയിൻ പ്രത്യേക ഒരു യൂണിവേഴ്സിലാണ് കാണുന്നത്. അതായത് നമുക്കൊരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത ഉയരങ്ങളിലെത്തിയവർ, അവരോട് നമുക്ക് ആയതിനാൽ തന്നെ ഒരു ആരാധന തോന്നും. എന്നാൽ നമ്മുടെ ബ്രെയിൻ അടുത്ത കാറ്റഗറി ഓഫ് പീപ്പിൾ, അതായത് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ അതേ ലെവലിലുള്ള, നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള, നമ്മുടെ പീർ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കാണുന്നത് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഇടങ്ങളുള്ളവരായിട്ടാണ്. അപ്പോൾ അവർ ചെറിയ ചെറിയ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കരസ്ഥമാക്കുമ്പോഴും നമുക്ക് തോന്നും ഇങ്ങനെ, അതായത് എന്തുകൊണ്ട് നമുക്ക് അവിടെ എത്തിക്കൂടാ, നമ്മളല്ലായിരുന്നു അതിൽ കൂടുതൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ, എന്തുകൊണ്ട് അവൻ എത്താൻ സാധിച്ചു, ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ ഈ സെലിബ്രിറ്റീസിനെ നമ്മൾ ആരാധനയോടെ മറ്റൊരു യൂണിവേഴ്സിൽ, ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു യൂണിവേഴ്സിൽ കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ നമുക്കും എത്തിപ്പെടാൻ സാധിക്കും എന്ന ഒരു ചിന്തയിലാണ് കാണുന്നത്. അതിൻ്റെ പുറത്തു തന്നെയാണ് അസൂയ ഉരുത്തിരിയുന്നത്. നെയിൽസ് ഡി വാൻഡവൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് അസൂയയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹം അസൂയയെ 2 തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒരു അസൂയ നമ്മളെ ചെറുതായി ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന അസൂയയാണ്. അതായത് ആ ലക്ഷ്യത്തിലെത്തണം, മറ്റുള്ളവർ ഒരു നേട്ടത്തിലെത്തുമ്പോൾ ആ നേട്ടത്തിൽ നമുക്കും എത്തണമെന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു തരം അസൂയ. എന്നാൽ അടുത്ത അസൂയയാണ് ഏറ്റവും ദോഷകരമായ അസൂയ. അത് മറ്റുള്ളവരുടെ പരാജയം ആഗ്രഹിക്കുന്ന അസൂയയാണ്. ഉദാഹരണത്തിന്, നമ്മുടെ സുഹൃത്ത് ഒരു നേട്ടം കൊയ്യുമ്പോൾ നമുക്ക് തോന്നാം, എന്തുകൊണ്ട് അവൻ അതിൽ തോറ്റില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ അതിൽ വിജയിച്ചു, അവൻ തോക്കാമായിരുന്നു എന്ന് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭം. ആ അസൂയയാണ് മലീഷ്യസ് ജലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസൂയയാണ് നമ്മളെ ദോഷകരമായി ബാധിക്കുന്നത്, നമ്മുടെ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസൂയ നമ്മൾ ഒഴിവാക്കണമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള അസൂയ മറ്റുള്ളവരോട് തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ അത് ഏത് തരത്തിലുള്ള അസൂയയാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ തോൽവിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മളെ ഇല്ലാതാക്കുന്ന, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ആ മെൻ്റൽ എബിലിറ്റിയെ ഇല്ലാതാക്കുന്ന ഒരു വികാരമായി മാറുകയാണ് ആ അസൂയ. ഇനി അടുത്തതായി എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ അധികമായി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ പലപ്പോഴും 24/7 എന്ന നിലയിൽ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും, അതായത് A to Z കാര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് ഈ സോഷ്യൽ മീഡിയ അവതരിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഷോർട്സിൻ്റെ രൂപത്തിലായിരിക്കാം. ആയതിനാൽ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം കൃത്യമായി അറിയുന്നു. ഇത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രത്യേക ഒരു കമ്പാരിസൺ ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൃത്യമായി എല്ലാം അറിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ
അവരുടെ ആ സിറ്റുവേഷനുമായി നമ്മുടെ തന്നെ സാഹചര്യത്തെ കമ്പയർ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗവും നമ്മുടെ ഉള്ളിൽ അസൂയ ജനിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും അറിയുമ്പോൾ നമ്മുടെ ആ ചെറിയ സാഹചര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുകയും പിന്നീട് അതൊരു അസൂയയിലേക്ക് തിരിയുകയും ചെയ്യുകയാണ്. ഉദാഹരണത്തിന്, പണ്ട് നമ്മുടെ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. ആ 5 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിഞ്ഞിട്ടുണ്ടാകും. ഒരുപക്ഷെ അദ്ദേഹം വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടാകും. പക്ഷേ നമ്മളോട് പഠിച്ച സമയത്ത് ആ വ്യക്തി വളരെ നമ്മുടെ അതേ നിലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അതേ ലെവലിലുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ 5 വർഷം കൊണ്ട് അദ്ദേഹം വിട്ട എഫേർട്ടിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിഞ്ഞ് അദ്ദേഹം ഒരുപക്ഷെ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയിരിക്കാം. അത് പെട്ടെന്ന് സോഷ്യൽ മീഡിയയുടെ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു അസൂയ ജനിക്കാറുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പണ്ട് അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്തിരുന്നത് നമ്മുടെ ലെവലിലാണ്. പെട്ടെന്ന് ജീവിത സാഹചര്യങ്ങൾ മാറി, അദ്ദേഹത്തിൻ്റെ സ്കില്ലുകൾ തിരിച്ചറിഞ്ഞു, അദ്ദേഹം ഉയർന്നു. ഇങ്ങനെ ഒരു സംഭവം അറിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഞെട്ടലുണ്ടാകാം. ഇത് നമ്മളിൽ അസൂയ ജനിപ്പിക്കാം. അതൊക്കെ സോഷ്യൽ മീഡിയയുടെ സംഭവിക്കുന്ന അസൂയയാണ്. ഇനി അസൂയയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പഠനം നടന്നിരുന്നു. 2000 സിഡ്നി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആ മത്സരാർത്ഥികളെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പഠനം. ഈ പഠനം അനുസരിച്ച് പലപ്പോഴും വെള്ളി മെഡൽ നേടിയ ജേതാക്കൾക്ക് വെങ്കല മെഡൽ നേടിയ ജേതാക്കളെക്കാൾ സന്തോഷം കുറവായിരുന്നു. അല്ലെങ്കിൽ വെങ്കല മെഡൽ നേടിയ ജേതാക്കൾക്കായിരുന്നു വെള്ളി മെഡൽ നേടിയ ജേതാക്കളെക്കാൾ സന്തോഷം കൂടുതൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അതിൻ്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു. വെള്ളി മെഡൽ നേടിയ ജേതാക്കൾ പലപ്പോഴും തങ്ങളെ തന്നെ കമ്പയർ ചെയ്തത് സ്വർണ്ണ മെഡൽ നേടിയ ജേതാക്കളുമായിട്ടാണ്. എന്നാൽ വെങ്കല മെഡൽ നേടിയ ജേതാക്കൾ പലപ്പോഴും അവരെ കമ്പയർ ചെയ്തത് 4ാം സ്ഥാനത്തും 5ാം സ്ഥാനത്തുമുള്ള തങ്ങളുടെ പുറകിലുള്ളവരുമായിട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നല്ലേ? അതിൻ്റെ ഉത്തരം ലളിതമാണ്. പലപ്പോഴും വെള്ളി മെഡൽ നേടിയവർക്ക് സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക ചെറിയ ഒരു പിഴവിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്തായിരിക്കാം. അതായത് അവർ ആ മിസ്റ്റേക്ക് പരിഹരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് സ്വർണ്ണ മെഡൽ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു. എന്നാൽ വെങ്കല മെഡലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4ാം സ്ഥാനത്തും 5ാം സ്ഥാനത്തും ഉണ്ടായിരുന്നവർക്ക് ഇതുപോലെ വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത് ചെറിയൊരു പിഴവിൻ്റെ പുറത്തായിരിക്കാം. അതായത് വെങ്കല മെഡൽ നേടിയ ആൾക്കാരുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടാകും അവർ. അങ്ങനെയായിരിക്കാം അവർക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക. ആ തിരിച്ചറിവ് വെങ്കല മെഡൽ നേടിയവർക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. ആയതിനാൽ തന്നെ അവർ കമ്പയർ ചെയ്തത് അവരുടെ തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ടാണ്. ലളിതമായി പറഞ്ഞാൽ അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്നത് 4ാം സ്ഥാനത്തും 5ാം സ്ഥാനത്തും ഉണ്ടായിരുന്നവരാണ്. ചെറിയ വ്യത്യാസത്തിലാണ് അവർക്കും വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത്. ആയതിനാൽ തന്നെ ഈ വെങ്കല മെഡൽ ജേതാക്കൾ കമ്പയർ ചെയ്തത് തങ്ങളുടെ പുറകിലുള്ളവരുമായിട്ടാണ്. എന്നാൽ വെള്ളി മെഡൽ ജേതാക്കൾക്ക് തൊട്ടടുത്തുള്ളത് സ്വർണ്ണ മെഡൽ ജേതാക്കളാണ്. ഞാൻ പറയുന്നത് എഫേർട്ടിൻ്റെ ബേസിലാണ്. ഒരു ചെറിയ എഫേർട്ടിൻ്റെ പുറത്തായിരിക്കാം അവർക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാകുക. ആയതിനാൽ തന്നെ അവർ കമ്പയർ ചെയ്തത് സ്വർണ്ണ മെഡലുമായിട്ടാണ്. സ്വർണ്ണ മെഡൽ കിട്ടിയില്ലല്ലോ എന്ന സങ്കടമായിരുന്നു വെള്ളി മെഡൽ ജേതാക്കൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ വെങ്കല മെഡൽ കിട്ടിയല്ലോ എന്ന സന്തോഷമായിരുന്നു വെങ്കല മെഡൽ ജേതാക്കൾക്ക് ഉണ്ടായിരുന്നത്. ഇതാണ് ആ വ്യത്യാസം. പലപ്പോഴും നമ്മളെ അസൂയയിൽ എത്തിക്കുന്നത് ഇതുതന്നെയാണ്. മറ്റുള്ളവർക്ക് എന്തുണ്ട് എന്നുള്ള ചിന്തയാണ് നമ്മളെ അസൂയയിൽ എത്തിക്കുന്നത്. നമുക്കെന്തുണ്ട് എന്നതിന് പകരം മറ്റുള്ളവർക്ക് എന്തുണ്ട് എന്ന ചിന്ത, അതായത് മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ എന്താണ് കൂടുതൽ എന്നുള്ളത് എന്ന ചിന്ത. അപ്പോൾ ഈ ചിന്ത എന്ന് നമ്മൾ ഒഴിവാക്കുന്നു അന്ന് നമ്മൾ അസൂയയിൽ നിന്ന് സ്വതന്ത്രരാകും എന്നുള്ളതാണ് സത്യം. അടുത്തതായുള്ള ഒരു കാര്യം, എങ്ങനെ നമുക്ക് ഈ അസൂയയെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഈ അസൂയ എന്ന വികാരത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് കാണാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതാണ്. മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യപ്പെടുത്തുന്നത് ഒഴിവാക്കുക. പലപ്പോഴും ഈ താരതമ്യം ഉണ്ടാവുന്നത് നമ്മളുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായാണ്. ഒരിക്കലും മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവർക്കെന്തുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. മറിച്ച് നമ്മൾക്ക് എന്താണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് അഭിമാനിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യുക. അതിൽ നിന്ന് തന്നെ അസൂയ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇനി അടുത്തതായി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അസൂയ എന്നൊരു വികാരം ചെറുതായി നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ആ അസൂയ ഉണ്ടാകുന്നത് എന്നാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് അസൂയ ഉണ്ടാകുന്നു മറ്റുള്ളവരുടെ നേട്ടത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന അംഗീകാരത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് കിട്ടുന്ന കെയറിങ്ങിനെ കുറിച്ചും ഒക്കെ ആകാം. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് കിട്ടുന്ന സ്ഥാനത്തെക്കുറിച്ചൊക്കെ ആകാം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആ സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥാനം ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം കിട്ടും. കാരണം നിങ്ങൾക്ക് ഡിസേർവിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എത്തിപ്പെടാൻ സാധിക്കും. ഡിസേർവിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വികാരമേ ഇല്ലാതാക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ടുള്ള ഒരു കാര്യം തുറന്ന് അഭിനന്ദിക്കുക എന്നുള്ളതാണ്. അതായത് തുറന്ന് അംഗീകരിക്കുക.
ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്ത് ഒരു വലിയ നേട്ടത്തിലെത്തിയാൽ അദ്ദേഹത്തെ തുറന്ന് അഭിനന്ദിക്കുക എന്നതാണ്. പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു അസൂയ തോന്നിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ തുറന്ന് അഭിനന്ദിച്ച് അദ്ദേഹത്തോട് ഇൻട്രാക്ട് ചെയ്യുക. അത് പലപ്പോഴും ആ ക്ലോസ്നെസ് വർദ്ധിപ്പിക്കുകയും നമുക്ക് അവരോട് തോന്നുന്ന ആ അസൂയ ഇല്ലാണ്ടാക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം റിയാലിറ്റിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതായത് ഒരാൾ ഒരു നേട്ടം കൊയ്താൽ അദ്ദേഹം അത് നേടിക്കഴിഞ്ഞു. നിങ്ങൾ അസൂയപ്പെട്ടിട്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടോ ആ നേട്ടത്തിൻ്റെ ഭംഗി കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ മനസ്സിൽ മാത്രമായിരിക്കും നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചും ആ നേട്ടത്തെക്കുറിച്ചും അങ്ങനെ ചിന്തിച്ച് ഒരു നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് പോകുന്നത്. പക്ഷേ റിയലി ആ നേട്ടത്തെ ഒരിക്കലും നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കില്ല. അദ്ദേഹം അത് നേടിക്കഴിയും. ആയതിനാൽ തന്നെ അത് തിരിച്ചറിയാനുള്ള ആ പക്വത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അസൂയ എന്നൊരു വികാരം നമ്മുടെ മനസ്സിൽ കുത്തിക്കയറ്റിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും കിട്ടുന്നില്ല. മറിച്ച് നമുക്ക് ഉപദ്രവങ്ങൾ മാത്രമാണ് ലഭിക്കുക. അതുകൊണ്ട് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ അഭിനന്ദിച്ച് അദ്ദേഹത്തിനൊപ്പം തന്നെ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും മുന്നിൽ നിർത്തി നമ്മൾക്ക് എങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് അസൂയ എന്ന വികാരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.